ആദ്യം ചായ എടുത്തോളൂ. ചായ. ഓക്കെ. ഇതെന്നാന്നറിയോ, ഫസ്റ്റ് ഞാൻ തരാൻ പോന്നെ ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ അടയാ. നമ്മൾ സാധാരണ ഒരു ഇലയപ്പൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതിനകത്ത് ശരിക്കും നമ്മള് ഈ ശർക്കരയുടെ ഒക്കെ അല്ലേ വെക്കുന്നേ, ഇതൊരു ഇച്ചിരി വ്യത്യാസമായിട്ട് വെച്ചേക്കുക. എന്റെ ഒരു കലാവിരുദ്ധൊക്കെ പറയത്തില്ലേ, അന്ന് പറഞ്ഞ പോലെ ചെയ്തതാ. അപ്പൊ ഇത് ശരിക്കും ഇതിനൊരു എന്താ പറയാ ഐതിഹ്യം ഉണ്ടോ, ഒരു കഥയുണ്ട് ഇതിന്. എന്നാന്ന് വെച്ചാ ഓണത്തപ്പനെ വെക്കുകയല്ലേ നമ്മള്, അത്തപ്പൂക്കളം ഇട്ടിട്ട് അതിനകത്തോട്ട് ഭഗവാന് വെക്കുന്ന പ്രസാദാണിത്. ഇതിനകത്ത് ഗെയിം എന്നാന്ന് വെച്ചാല് ശരിക്കും കുട്ടികള് അമ്പ് ചെയ്ത് ഇത് എടുക്കണം എന്നാണ് അതിന്റെ ഗെയിം. അങ്ങനെയൊക്കെ ട്രഡീഷണൽ കൾച്ചറൊക്കെ ഇതിനകത്ത് ഒത്തിരി ഉണ്ട്. അപ്പൊ ഞാൻ ഈയിടയില ഇതെല്ലാം അറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രേക്ഷകരോട്, എന്റെ പ്രേക്ഷകർക്കൊക്കെ ഇത് നല്ലോണം അറിയാം, പക്ഷെ എന്നാലും അറിയില്ലാത്ത ആളുകൾക്കും കൂടി എല്ലാരും അങ്ങനെ ആയിരിക്കും അല്ലേ, എല്ലാവരും ആവണമെന്നില്ല, കുറച്ചു പേർക്ക് ചിലർക്ക് അറിയാതെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാ. ഇത് കഴിക്കുന്നതിന് മുമ്പേ എനിക്ക് ഒന്നും അറിയാൻ മേലാന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാര്യം ഇച്ചിരി ബുദ്ധിയുള്ള നല്ലൊരു കൊച്ചാ. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ സ്വയം പറയുക എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പ്ലെയിൻ ആഘോഷിച്ചിട്ടില്ല, അങ്ങനെ അങ്ങനെയാന്ന്. പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. ഞാനൊരു ഗെയിം കളിക്കാൻ പോവാ ഹണിയായിട്ട്. എന്തായാലും ഓണമല്ലേ, ഉറിയടിയും ഈ പറഞ്ഞ പോലെ വടംവലി ഒന്നും നടക്കുകയല്ല ഇതിനകത്ത്. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് ഓണത്തിനെ പറ്റി എന്നേലും അറിയാമോന്നൊന്നും നമുക്ക് നോക്കാലോ. ചോദിക്കട്ടെ, റെഡിയാണോ? ഈ ഓണം കേറാൻ മൂല എന്ന് പറയില്ലേ, ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്നാ? ഓണം ചെന്നെത്താത്ത സ്ഥലം, ഓണം പോലും അത്രയും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ്. അതായത് കുഗ്രാമം. കുഗ്രാമം കറക്റ്റ്. അതിനെ കുറച്ചുകൂടി നല്ലതായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. അറിഞ്ഞൂടാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ എത്ര നമുക്ക് വിശ്വസിക്കണം. ഓണമായിട്ട് ചോദിക്കുന്നുള്ളൂ. കാര്യം കുറച്ച് ബുദ്ധി എനിക്കൂടെ കിട്ടുമല്ലോ അല്ലേ? ഓക്കെ, ഇനി അടുത്ത മഹാബലിപുരം എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാ? എല്ലാവർക്കും അറിയാന്ന്. ചെന്നൈ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഓക്കെ. അപ്പം ഒന്നും അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ ഉത്തരം. ഓക്കെ ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓണപ്പൂ എന്ന് പറയുന്ന പൂ ഏതാ? എനിക്കെല്ലാം ഓണപ്പൂവാ. ഓണത്തിന് നമ്മളെല്ലാം എന്നാലും ആണോ? 3 കറക്റ്റ് ആണോ? പിന്നെ പറയാം കറക്റ്റ് ആണോ അല്ലേന്ന്. ശരി. പിന്നെ ഓണം പോലെ ഐശ്വര്യമുള്ള ഒരു നാട് എന്ന് വിശ്വസിക്കുന്ന ഒരു നാട് ഏത്? എന്റെ നാട് തൊടുപുഴ മൂലമറ്റം. ഭയങ്കര നല്ല നാടാ. പക്ഷെ അത് ഉത്തരവാവുന്നില്ലല്ലോ. അയ്യോ, ഉത്തരം പറയാം. ഓണം പോലെ നല്ല നാടോ? ഓടനാട്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? സ്ഥലമുണ്ട്. ഓണാട്ടുകരയാണ്. മാറിപ്പോയല്ലേ? അല്ല, വേണമെങ്കിൽ ഇതും ഓടനാട്. മുഴുവനൊന്നും കൊടുക്കല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ എന്തായാലും പറയാം, ഒന്നും അറിഞ്ഞൂടാന്ന് പറയുന്നത് ഇനി ആരും വിശ്വസിക്കരുത്. ഒന്നും അറിഞ്ഞൂടാന്നല്ല, സെലിബ്രേറ്റ് ചെയ്യാറില്ല. പക്ഷെ എല്ലാത്തിനും നല്ലതായിട്ട് ഉത്തരം പറഞ്ഞു. ഈ പറഞ്ഞ പോലെ എന്നാ പറയാ, എനിക്ക് ചേച്ചി അങ്ങനെ ചോദിക്കരുത്, ജിക്കാണ് അതല്ലല്ലോ, ബട്ട് സ്റ്റിൽ ഷീ ആൻസേർഡ് എവറിത്തിങ് അല്ലെ. 10 മാർക്കിൽ ഒരു 9.25 കൊടുക്കില്ലേ ടീച്ചേഴ്സ്? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ നമ്മളൊരു 4 മാർക്ക് അങ്ങ് കുറച്ചേക്കും അല്ലെ. വെരി ഗുഡ്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ അട ഒന്ന് സെർവ് ചെയ്യാം. ഒരു കാര്യം ചെയ്തോ, ടിഷ്യൂ എടുത്തോ. തനി നാടൻ ഭക്ഷണമാണ്. ചേച്ചി കഴിക്കാൻ കൂടുന്നുണ്ടോ? ഞാനിപ്പോ ഉണ്ടാക്കി ഇങ്ങോട്ട് പോന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ചാണ് ഞാൻ ഈ സദ്യ ഉണ്ടാക്കിയത്. കാര്യം പോകുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഓണം ആയതുകൊണ്ട് സദ്യ തന്നേച്ച് വിടണ്ടേ. പിന്നെ അപ്പൊ ആദ്യമായിട്ട് വരുമ്പോ ഒരു ചായയും ഒരു ഇച്ചിരി ഒരു പലഹാരവും ഒക്കെ തരിക. കഴിച്ചു നോക്കട്ടെ. പിന്നെന്താ, മറ്റേ ക്യാരറ്റ് ഹൽവ. അതിന്റെ അതിന്റെ ഒരു ക്യാരറ്റിന്റെ ഒരു എന്താ പറയാ, വേറെ കുറെ കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ചേരും. പക്ഷെ ബേസ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുണ്ട്. അതെ, നമുക്ക് സമാധാനമായിട്ട് പതുക്കെ സദ്യയൊക്കെ കഴിച്ച് വിശേഷത്തോടെ ഒക്കെ പറയണ്ടേ. പിന്നെ എനിക്ക് വേറൊരു കാര്യം എനിക്ക് ഹണിയിൽ ഒത്തിരി ഇഷ്ടം എന്താ അറിയോ, ഒരു പുതിയ ട്രെൻഡാണ് ഹണി കൊണ്ടുവരുന്നത്. ബിക്കോസ് കോസ്റ്റ്യൂം വൈസ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഹണി എന്താ ചെയ്യുന്നത്, ഏത് ഡ്രസ്സാ ഇടുന്നതെന്ന് അറിയാൻ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ശരിക്കും ഈ ഒരു ഡ്രസ് സെൻസ് എങ്ങനെ വന്നേ?
നമുക്ക് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ ആണ് ഇങ്ങനെ ഈ ഡ്രസ് ഇട്ട് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ. നമുക്ക് അതിനോട് പറ്റിയ ഒരു ഇത് വേണമല്ലോ, നോളജ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചില സാധനങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ ഉള്ളത് ഇഷ്ടമാണ്. ഈവൻ ഒരു സാരി പോലും ഇറ്റ്സ് ഭയങ്കര യുണീക്കാണ്, ഭയങ്കര രസമാണ് അല്ലെ കാണാനായിട്ട്. അത് പിന്നെ നമ്മള് വസ്ത്രം എന്ന് പറയുന്നത് നമ്മളിടുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസും കൂടിയുണ്ട്. അപ്പം എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോ അത് പിന്നെ ഇങ്ങനെ പ്ലാറ്റ്ഫോം കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തിട്ട കളറോ അല്ലെ അതേ സെയിം പാറ്റേണോ പിന്നെ അടുത്തടുത്ത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഭയങ്കര ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ യു ഡിസൈൻ യുവർ സെൽഫ്. ഓൾമോസ്റ്റ് നമ്മൾ പറയും, റെഫറൻസ് എടുത്ത് കൊടുക്കും, ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. കുറെ കഴിവുകൾ ഹണിക്ക് ഇങ്ങനെ മറഞ്ഞു കിടപ്പുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഈവൻ ഒരു ഫാഷൻ ഡിസൈനർ ആവാം, അത് നല്ല റെസ്പോൺസിബിലിറ്റി ആണ്. ഏതിനാണ് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത? ഈവൻ ഞാൻ ഈ ഒരാടെ ഉണ്ടാക്കുവാനില്ല അല്ലേ? അപ്പൊ യു ആർ ബ്ലെസ്ഡ് മോളെ. ശരിക്കും നല്ലതായിട്ട് വരയ്ക്കാനുള്ള കഴിവ് ദൈവം തന്നു. അത്യാവശ്യം പരിധി വരെ, ബട്ട് സ്റ്റിൽ യു ഹാവ് ദാറ്റ് അല്ലേ? പിന്നെ നല്ലൊരു അഭിനേത്രിയാണ്. ഐ മീൻ നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ തന്ന അനുഗ്രഹമാണ്. ആണോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇതൊക്കെ ഈശ്വരൻ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നു. അതെ, ഇതെല്ലാം. എനിവേ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ആഘോഷങ്ങൾ ഒരുപാട് ഓണത്തിന്റെ ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ ഒരു സദ്യ ഉണ്ട്, ഞങ്ങൾ എന്താ പറയാ ഒരുക്കിയ ഒരുക്കങ്ങളിൽ കൂടെ ചേർന്നതിന് ഐ എം സോ. എന്നെയും ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലയട തന്നതിന് ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോകുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യം പരിപ്പ് കൂട്ടി കഴിക്കണം, അതിന് ഇച്ചിരി ചോറിടും. ശരി. പിന്നെ നെക്സ്റ്റ് ഞങ്ങള് സാമ്പാർ വിളമ്പും, അതിന് കുറച്ച് ചോറിടും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ. പപ്പടം കൂട്ടി കഴിക്കണം. കഴിക്കട്ടെ? ഇല്ല, ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുവല്ലേ, അന്നേരം ഇച്ചിരി ക്ഷീണവാ. എന്തായാലും ഞങ്ങളുടെ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടോളൂ. ഇതേപോലെ വിഭവ സമൃദ്ധമായ സദ്യ പോലെ തന്നെ വിഭവ സമൃദ്ധമായ അമൃതയിലെ പരിപാടികളുമായി എന്റെ പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം കൂടുക, പ്രത്യേകിച്ച് ആനീസ് കിച്ചണിലൂടെ.